ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് എവർക്കും സ്വാഗതം. എതിർ ക്രിസ്തു എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിലെ സുപ്രധാനമായ ഒരു വിഷയമാണ് എതിർ ക്രിസ്തു എന്നുള്ളത്. എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഇന്നത്തെ ക്രൈസ്തവരുടെ ഇടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നിലവിലിരിക്കുന്നത്. ചില ആളുകൾ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എതിർ ക്രിസ്തു ഇതുവരെയും ലോകത്തിലേക്ക് വന്നിട്ടില്ല. എതിർ ക്രിസ്തു വരുന്നത് ലോകാവസാന നാളിലാണ്. അങ്ങനെ ലോകാവസാന നാളിൽ എതിർ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ഏകലോക ഭരണാധികാരിയായി ലോകത്തെ മുഴുവനും കീഴടക്കി ഒരു വലിയൊരു ഭരണം നടത്തുകയും അങ്ങനെ ആ അന്തിമ നിമിഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിങ്കൽ എതിർ ക്രിസ്തുവും ക്രിസ്തുവും തമ്മിൽ ഒരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിൻ്റെ പേരാണ് ഹർമഗദോൻ യുദ്ധം എന്ന്. അങ്ങനെ ആ ഹർമഗദോൻ യുദ്ധത്തിൽ യേശു ക്രിസ്തു എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തി സഭയെ വീണ്ടെടുത്ത് സ്വർഗത്തിലേക്ക് പോകും എന്നതാണ് ഇതുവരെയുള്ള ചില ആളുകളുടെ ചിന്താഗതികളും പഠിപ്പിക്കലുകളും. എന്നാൽ വേദശാസ്ത്രപരമായി ഈ ആശയങ്ങൾക്ക് യാതൊരു തെളിവുകളും അടിസ്ഥാനവും ഇല്ല. ഇത് കേവലം ചിലരുടെ ഭാവന സൃഷ്ടി മാത്രമാണ്, കേവലം ഒരു സങ്കല്പം മാത്രമാണ്. എന്നാൽ എതിർ ക്രിസ്തു ആരാണ്? എതിർ ക്രിസ്തു എപ്പോഴാണ് വരുന്നത്? എതിർ ക്രിസ്തു ഇപ്പോൾ ലോകത്തിലുണ്ടോ? എതിർ ക്രിസ്തു പിശാചാണോ? ഈ വിഷയത്തെക്കുറിച്ച് ദൈവവചന അടിസ്ഥാനത്തിൽ ആധികാരികമായി ഇവിടെ വിചിന്തനം ചെയ്യുന്നു. എതിർ ക്രിസ്തു എന്ന പദം വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ യോഹന്നാൻ അപ്പോസ്തലന്റെ 1-2 ലേഖനത്തിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആകെ 5 പ്രാവശ്യം മാത്രമേ എതിർ ക്രിസ്തു എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. മറ്റ് ഒരു സ്ഥലത്തും എതിർ ക്രിസ്തു എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. അത് അപ്പോസ്തലനായ യോഹന്നാൻ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആയതിനാൽ യോഹന്നാന്റെ 1-2 ലേഖനത്തിൽ നിന്ന് തന്നെ എതിർ ക്രിസ്തു ആരാകുന്നു എന്ന് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എതിർ ക്രിസ്തു എന്ന് പറയുന്നതിനേക്കാൾ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് ചില ആളുകൾ ഇതിനെ അന്ത്യക്രിസ്തു എന്നാണ് പറഞ്ഞിരുന്നത്. അന്ത്യക്രിസ്തു എന്ന ആ പദപ്രയോഗം വേദശാസ്ത്രപരമായി തെറ്റാണ്. ബൈബിളിൽ എവിടെയും അന്ത്യക്രിസ്തു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇംഗ്ലീഷിൽ ആൻറ്റി ക്രൈസ്റ്റ് എന്ന പദവും മലയാളത്തിൽ എതിർ ക്രിസ്തു എന്നും ഗ്രീക്കിൽ ആൻറ്റി ക്രിസ്റ്റോസ് എന്നും സുറിയാനിയിൽ ബാറോദീനാൻ എന്നും അറബിയിൽ ജിദാൽ എന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദിജാൽ എന്ന് പറയുന്നതും ആൻറ്റി ക്രിസ്റ്റോസ് എന്ന് പറയുന്നതും ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നതും എതിർ ക്രിസ്തു എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്ന ആ വാക്കായിരിക്കാം മലയാളീകരിച്ച് അന്തിക്രിസ്തു എന്ന് പറയുവാൻ കാരണമായി തീർന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഈ എതിർ ക്രിസ്തുവിൻ്റെ വിവിധ പദങ്ങൾ മൂല പദങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് ഇവിടെ സൂചിപ്പിച്ചത്. അടുത്തതായിട്ട് ഈ എതിർ ക്രിസ്തു വരുന്നത് എപ്പോഴാണ്? അതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പരിശോധിക്കാം. എതിർ ക്രിസ്തു വരുന്നത് അന്ത്യ നാഴികയിലാണ്. യോഹന്നാന്റെ 1 ലേഖനം 2 അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നു. 1 യോഹന്നാൻ 2 അധ്യായം 18 വാക്യം വായിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴിക ആകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ ഇത് അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ തന്നെ എതിർ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്ന് വളരെ സ്പഷ്ടമാണ്. ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴികയാകുന്നു. ഇവിടെ അന്ത്യനാഴിക എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകാവസാനത്തെക്കുറിച്ചല്ല, എതിർ ക്രിസ്തു വരുമെന്ന് പറഞ്ഞിരിക്കുന്ന എതിർ ക്രിസ്തു വരുന്ന
വെളിപ്പെട്ടു വരുന്ന ആ സമയത്തെക്കുറിച്ചാണ് അന്ത്യനാഴിക എന്ന് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് അവർ എന്നും ഫൈനൽ അവർ എന്നാണ് ഇംഗ്ലീഷിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ക്രിസ്തു വരുമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സമയം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലശേഷമാണ്, അപ്പോസ്തോലിക കാലഘട്ടത്തിലാണ് എതിർ ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത്. ഇവിടെ ഒരു വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എതിർ ക്രിസ്തു എന്നല്ല, എതിർ ക്രിസ്തുക്കൾ എന്നുകൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എതിർ ക്രിസ്തുവും എതിർ ക്രിസ്തുക്കളുമുണ്ട്. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരു ആളെ ഉദ്ദേശിച്ചല്ല, ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല ബൈബിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒട്ടനേകം എതിർ ക്രിസ്തുക്കൾ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ തന്നെ ലോകത്തിലേക്ക് വന്നിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എതിർ ക്രിസ്തു വരുന്നത് എപ്പോഴാണ്? അന്ത്യനാഴികയിൽ, അഥവാ എതിർ ക്രിസ്തു വരുമെന്ന് ഉദ്ദേശിച്ചിരുന്ന ആ നാഴിക, അതായത് അപ്പോസ്തോലിക കാലഘട്ടത്തിൽ തന്നെ എതിർ ക്രിസ്തു വന്നു. ഇനി ഒന്നുകൂടി യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ, അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. 1 യോഹന്നാൻ 4:3 നൗ ഇറ്റ് ഈസ് ഇൻ ദി വേൾഡ് ആൾറെഡി എന്നത് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നു. എതിർ ക്രിസ്തു ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട് എന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എതിർ ക്രിസ്തു വരുമെന്ന് ഇവര് കേട്ടത് എങ്ങനെയാണ്? ആരാണ് ഇവരോട് പറഞ്ഞത്? അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അപ്പോസ്തലന്മാരോടും അപ്പോസ്തോലിക കാലത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികളോടും, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച ക്രിസ്ത്യാനികളോടും യേശു ക്രിസ്തു തന്നെയാണ് എതിർ ക്രിസ്തു വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, എതിർ ക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ കേട്ടത് എപ്പോഴാണ്? യേശു ക്രിസ്തുവാണ് അവരോട് ഈ കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് യോഹന്നാൻ ആ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എപ്പോഴാണ്? എവിടെ വെച്ചാണ്? മത്തായിയുടെ സുവിശേഷം 24 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ്, കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിക്കും. നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ, ഞാനിത് മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും ക്രിസ്തുവിൻ്റെ പേരെടുത്ത് ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ ഞാനിത് മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ, അങ്ങനെയുള്ളവരുടെ പിന്നാലെ നിങ്ങൾ പോകരുത് എന്ന മുന്നറിയിപ്പാണ് യേശു ക്രിസ്തു നമുക്ക് അപ്പോൾ ഈ അറിവാണ് അപ്പോസ്തലന്മാർക്കും അപ്പോസ്തോലിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്കും ഉണ്ടായിരുന്ന അറിവ്. അതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് യോഹന്നാൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ആ കേൾവി അനുസരിച്ച് അവരെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ഇതാ എതിർ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞു, എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു, അതുകൊണ്ട് ഇത് അന്ത്യനാഴികയാണ്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ജാഗരൂകരായിരിക്കുവിൻ എന്ന് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി എതിർ ക്രിസ്തു ആരാണ്? അനേകം എതിർ ക്രിസ്തുക്കൾ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല എതിർ ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. എതിർ ക്രിസ്തുക്കളും എതിർ ക്രിസ്തുവുമുണ്ട്. ആകയാൽ എതിർ ക്രിസ്തുക്കൾ ആരാണ്? എതിർ ക്രിസ്തു ആരാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് പറയുന്നവരാണ് എതിർ ക്രിസ്തുക്കൾ. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണല്ലോ. അപ്പൊ യേശുവിൻ്റെ അഭിഷിക്തത്വത്തെ അംഗീകരിക്കാതിരിക്കുന്ന ആളുകളെയാണ് എതിർ ക്രിസ്തുക്കൾ എന്ന് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. ദൈവം തൻ്റെ പുത്രനെ അഭിഷേകം ചെയ്ത് ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന ആ സത്യം അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരെയാണ് എതിർ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും അംഗീകരിക്കാത്ത ആളുകൾ. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു എന്ന് അംഗീകരിക്കാതിരുന്ന ആളുകളെയാണ് എതിർ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടാക്കന്മാരെയും പിതാവിനെയും പുത്രനെയും അംഗീകരിക്കാതിരിക്കുന്ന ആളുകൾ, യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത അനേക വഞ്ചകന്മാർ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവർ ആകുന്നു. അപ്പോൾ ഈ എതിർ ക്രിസ്തു ആരാണ്? വേദശാസ്ത്രപരമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്തവർ, യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ അംഗീകരിക്കാത്തവർ, യേശുവിൽ ഉള്ള പിതാവിനെയും പുത്രനെയും, യേശുവിൻ്റെ പിതാവിനെയും പുത്രനായ യേശു ക്രിസ്തുവിനെയും അംഗീകരിക്കാത്തവർ, യേശു ജഡാവതാരം എടുത്തു എന്ന് വിശ്വസിക്കാത്തവർ, അങ്ങനെ വഞ്ചകന്മാർ ദുരുപദേഷ്ടാക്കന്മാർ ആയ ആളുകളെയാണ് എതിർ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ 2 ലേഖനം
നാം വായിക്കുന്നത് അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 2-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവർ അല്ലാതെ കള്ളൻ ആറാവുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. അപ്പോൾ എതിർ ക്രിസ്തു ആരാണ്? യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 22 മുതൽ വാക്യങ്ങളിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നവൻ, യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആറാകുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. അപ്പോൾ യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കാതിരിക്കുന്ന ആളുകൾ, യേശുവിൻ്റെ അഭിഷേകത്തെ അംഗീകരിക്കാത്തവർ, യേശുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യാവതാരത്തെയും അംഗീകരിക്കാത്തവർ, യേശു ജഡത്തിൽ അവതരിച്ചു എന്ന് സ്വീകരിക്കുവാൻ മനസ്സില്ലാത്തവരൊക്കെയാണ് എതിർ ക്രിസ്തുകൾ. യോഹന്നാന്റെ 2-ാം ലേഖനം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, യേശുവിനെ ക്രിസ്തു അല്ല എന്ന് വിശ്വസിക്കാതിരിക്കുന്ന ആളുകൾ, യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. അപ്പോൾ ഈ വഞ്ചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരും യേശുവിൻ്റെ മനുഷ്യാവതാരത്തെയും യേശുവിൻ്റെ ദൈവത്വത്തെയും അംഗീകരിക്കാത്ത ദുരുപദേഷ്ടാക്കന്മാരും കള്ളപ്രവാചകന്മാരും വഞ്ചകന്മാരും ഒക്കെയാണ് എതിർ ക്രിസ്തുക്കൾ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. അവർ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിച്ചിരുന്നില്ല, ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഇവരെല്ലാം എതിർ ക്രിസ്തുവിൻ്റെയും എതിർ ക്രിസ്തുക്കളുടെയും പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ് എന്ന് അപ്പോസ്തലൻ വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് എതിർ ക്രിസ്തു പുറപ്പെടുന്നത് എവിടെ നിന്നാണ്? എതിർ ക്രിസ്തു പുറപ്പെടുന്നത് എവിടെ നിന്നാണ്? അത് ദൈവവചനത്തിൽ നമുക്ക് പരിശോധിക്കാം. അത് ദൈവത്തിൻ്റെ വചനത്തിൽ എതിർ ക്രിസ്തു പുറപ്പെടുന്നത് എവിടെ നിന്നാകുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ അത് പ്രസ്താവിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്ക് അറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു, എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നു എങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. അപ്പോൾ എതിർ ക്രിസ്തു വരുന്നത് എവിടെ നിന്നാകുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. എവിടെ നിന്നാണ്? നമ്മുടെ ഇടയിൽ നിന്നും എതിർ ക്രിസ്തു പുറപ്പെട്ടു വരുന്നു എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ നിന്ന് പറയുമ്പോൾ അതെന്തിനാണ് അർത്ഥമാക്കുന്നത്? സഭയുടെ അകത്ത് നിന്നാണ് എതിർ ക്രിസ്തു പുറപ്പെടുന്നത്. അഥവാ സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എതിർ ക്രിസ്തു പുറപ്പെടുന്നത്. സഭയുടെ പുറത്തു നിന്നും, സഭയ്ക്ക് പുറത്തു നിന്നും, സഭയുടെ അകത്ത് നിന്നും പുറപ്പെടുന്നവരെ കുറിച്ചാണ് എതിർ ക്രിസ്തുക്കൾ, എതിർ ക്രിസ്തു എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ നമ്മുടെ ഇടയിൽ നിന്ന് അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ ഇത് അന്ത്യനാഴികയാവും. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു, പക്ഷേ അവർ നമുക്കുള്ളവരായിരുന്നില്ല എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് സഭയുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി വിവിധ ദുരുപദേശങ്ങളിലൂടെ സഭയെ മലിനീകരിക്കുവാൻ, മലിമസമാക്കുവാൻ ശ്രമിച്ച ആളുകളെയാണ് എതിർ ക്രിസ്തുക്കൾ എന്ന് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചില വേദഭാഗങ്ങൾ ഇവിടെ വായിച്ചു കേൾപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ വിവിധ മതങ്ങൾ നിലവിലിരുന്നു. അതായത് മൊണ്ടേന മതം, ഐറിസ് മതം, ജ്ഞാനമതം, നോസ്റ്റിസ് മതം, ഇങ്ങനെ ഒരുപാട് മതങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു. ഈ മതങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യാവതാരത്തെയും അംഗീകരിച്ചിരുന്നില്ല. കാരണം മനുഷ്യൻ പദാർത്ഥമാണ്, അവൻ പാപിയുമാണ്. പാപിയായ മനുഷ്യനിൽ, അല്ലെങ്കിൽ പദാർത്ഥമാകുന്ന മനുഷ്യനിൽ ഒരു വിശുദ്ധനായ ദൈവത്തിന് അധിവാസം ചെയ്യുവാൻ കഴിയുകയില്ല എന്നായിരുന്നു ഈ മതങ്ങളുടെ എല്ലാം പൊതുവിലുള്ള തത്വം. അതുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്തു എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. വിവിധ തത്വജ്ഞാനങ്ങൾ, അതുപോലെ തന്നെ മതങ്ങളുടെ ദുരുപദേശങ്ങൾ എല്ലാം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിനും ദൈവത്വത്തിനും യേശുക്രിസ്തുവിൻ്റെ നിർമ്മലമായ ഉപദേശത്തിനും ഇതെല്ലാം എതിരായിരുന്നു. അങ്ങനെ എതിര് നിന്ന, അങ്ങനെ യേശുവിനെ അംഗീകരിക്കാതെ പോയിരുന്ന ആളുകളെയാണ് 1-ാം നൂറ്റാണ്ടിൽ എതിർ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്.
അതായത് വിവിധ ദുരുപദേഷ്ടാക്കന്മാർ, വഞ്ചകന്മാർ, ഇവരെല്ലാം എതിർ ക്രിസ്തുക്കൾ എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സഭയുടെ ഉള്ളിൽ നിന്നും ദുരുപദേശങ്ങൾ പുറപ്പെട്ടു. യേശുക്രിസ്തു സ്ഥാപിച്ചതും യേശുക്രിസ്തു വിഭാവനം ചെയ്തിരുന്നതുമായ നിർമ്മലമായ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായ ചില ആശയങ്ങൾ, ഉപദേശങ്ങൾ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ തന്നെ അത് തുടങ്ങിയിരുന്നു. അപ്പോസ്തോലിക കാലഘട്ടത്തിന് ശേഷം അത് അധികമായി വർദ്ധിച്ചു വരികയും അത് മുഖാന്തരം സഭ ശോഷിച്ചു പോകുവാൻ, ശുഷ്കിച്ചു പോകുവാനും, സഭയിൽ സ്പ്ലിറ്റ് ഉണ്ടായി സഭ ഒരു വിഘടിതമായ അവസ്ഥയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പായിരുന്നു അപ്പോസ്തോലന്മാർ അതിന് നൽകിയിരുന്ന ആ സാരോപദേശങ്ങൾ. ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അതായത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ, അപ്പോസ്തോലിക കാലഘട്ടത്തിൽ തന്നെ ശരിയായ പ്രവാചകന്മാരുടെ ഇടയിൽ കള്ളപ്രവാചകന്മാർ നുഴഞ്ഞു കയറി സഭയെ മലിനമാക്കുവാൻ അവർ നുഴഞ്ഞു കയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അപ്പോൾ വിവിധ മതങ്ങളുടെ ആശയങ്ങളെ ദൈവത്തിൻ്റെ സഭയിൽ കുത്തിത്തിരുകി സഭയെ മലിമസമാക്കും എന്ന മുന്നറിയിപ്പാണ് ഇവിടെ പത്രോസ് നൽകിയിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇടയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതും നിങ്ങളുടെ ഇടയിൽ നിന്നാണ് എതിർ ക്രിസ്തുക്കൾ പുറപ്പെടുന്നത് എന്നാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞിരിക്കുന്നതും നിങ്ങളുടെ ഇടയിൽ നിന്നും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ വിവിധ മതങ്ങളുടെ ആശയങ്ങളെ ദൈവത്തിൻ്റെ സഭയിൽ നുഴയിച്ചു കൊണ്ടുവരും, നിങ്ങളെ തെറ്റിക്കും എന്ന് പത്രോസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ തന്നെ വിവിധമായിരിക്കുന്ന അന്യോപദേശങ്ങൾ സഭയിൽ കടന്നുകൂടിയിരുന്നു. എന്നാൽ അവരുടെ ജീവകാലത്ത് അവർ ശരിയായിരിക്കുന്ന പത്യോപദേശം ആ കാലത്ത് നൽകി സഭയെ നിർമ്മലീകരിച്ച് ശക്തീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ അപ്പോസ്തോലിക കാലഘട്ടത്തിന് ശേഷവും ഇതുപോലെയുള്ള എതിർ ക്രിസ്തുക്കൾ, ദുരുപദേഷ്ടാക്കന്മാർ, അന്യമത ചിന്തകൾ ദൈവത്തിന്റെ സഭയിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ആകയാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ എന്നാണ് അപ്പോസ്തലന്മാർ നൽകിയ മുന്നറിയിപ്പ്. മറ്റൊരു വേദഭാഗം, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞ് തന്നത് ഓർത്തുകൊള്ളുവിൻ. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് മിലത്തേസിൽ നിന്നും എഫെസോസിലേക്ക് സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് നൽകിയ സാരോപദേശങ്ങളാണ് ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. അപ്പോൾ ഞാൻ പോയ ശേഷം നിങ്ങളുടെ ഇടയിൽ കൊടിയ ചെന്നായ്ക്കൾ കടക്കും. ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ കടക്കുമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ആരാണ് ഈ കൊടിയ ചെന്നായ്ക്കൾ? വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാർ. അപ്പോൾ ദൈവത്തിന് നിർമ്മലമായിരിക്കുന്ന പവിത്രമായ സഭയിലേക്ക് ദുരുപദേശങ്ങൾ കടന്നു വരും. ദുരുപദേഷ്ടാക്കന്മാരുണ്ടാവും. യേശുക്രിസ്തു പഠിപ്പിച്ചതും യേശുക്രിസ്തു കാണിച്ചു തന്നതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ ആചരിച്ചു വന്നതുമായ സത്യ ഉപദേശത്തിന് വിപരീതമായ ഉപദേശ സഭയിൽ കടന്നുകൂടും. അത് അനുവദിക്കരുത്. നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. അങ്ങനെ ശിഷ്യന്മാരെ തങ്ങളുടെ ഈ ദുരുപദേഷ്ടത്തിന്റെ പിന്നാലെ വലിച്ചു കളയുവാനായിട്ട് ദുരുപദേഷ്ടാക്കന്മാർ വരുമ്പോൾ, വിപരീത ഉപദേഷ്ടാക്കൻ വരുമ്പോൾ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം, അവരുടെ പിന്നാലെ പോകരുത് എന്നാണ് പൗലോസ് കണ്ണീരോടുകൂടെ അവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തോലിക കാലഘട്ടത്തിന് ശേഷം സഭയിൽ വൈരുദ്ധ്യാത്മകമായ ഉപദേശവുമായി കടന്നു വരുന്ന ആളുകളെയാണ്, സഭയ്ക്കെതിരെ വരുന്ന ആളുകളെയാണ് ഇവിടെ ഈ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. ആന്റി ക്രൈസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിന് എതിര് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ എതിരാളി എന്നാണല്ലോ ആ പദത്തിന്റെ അർത്ഥം. അഥവാ ദൈവത്തിന്റെ സഭയ്ക്ക് എതിരെ നിൽക്കുന്ന
മറ്റൊരു സമൂഹത്തെയാണ് ഇവിടെ എതിർ ക്രിസ്തു എന്ന് വളരെ വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ്, ദുരുപദേശങ്ങളെയാണ് എതിർ ക്രിസ്തുക്കൾ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവർ ആകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. തീമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസ് നൽകുന്ന ഉപദേശം എന്താണ്? ഹുമനയോസും ഫിലേത്തേസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. അതായത് അപ്പോസ്തോലിക കാലഘട്ടത്തിൽ തന്നെ ഈ പുനരുദ്ധാനത്തിനെതിരായ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. പുനരുദ്ധാനം ക്രിസ്തീയ സഭയുടെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. പുതിയ നിയമത്തിലെ ഒരു സുപ്രധാനമായ ഉപദേശമാണ് പുനരുദ്ധാനം. മരിച്ചവർക്കെല്ലാം പുനരുദ്ധാനമുണ്ട് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. അത് വിവിധ പുനരുദ്ധാനങ്ങളില്ല, ഏക പുനരുദ്ധാനമാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിങ്കൽ മരിച്ചവരെല്ലാവരും ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റ് അന്ത്യ ന്യായവിധിക്ക് ശേഷം ക്രിസ്തുവും സഭയും സ്വർഗത്തിലേക്ക് പോകും. ഇതാണ് ബൈബിൾ ഡയറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഉപദേശം. ഇത് വളച്ചുകെട്ടില്ലാത്ത ഉപദേശമാണ്. എന്നാൽ ഈ കാര്യത്തിലൊക്കെ അപ്പോസ്തോലിക കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും വൈരുദ്ധ്യാത്മകമായ ചിന്തകളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ തന്നെ ചിലർ പഠിപ്പിച്ച് പുനരുദ്ധാനമൊന്നുമില്ല, പുനരുദ്ധാനം എല്ലാം പണ്ടേ കഴിഞ്ഞുപോയി, ഇനി പുനരുദ്ധാനമില്ല, അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യാശ അർപ്പിക്കണ്ടായി എന്ന് പറഞ്ഞ് ഒരുപാട് വിശ്വാസികളെ വഴിതെറ്റിച്ച് കളഞ്ഞു. ആ 2 ദുരുപദേഷ്ടാക്കളുടെ പേരാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഹുമനയോസും ഫിലേത്തോസും. ഇവരായിരുന്നു പുനരുദ്ധാനം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് അവർ സത്യം വിട്ട് തെറ്റി അനേകരെ വഞ്ചിച്ചു കളഞ്ഞു. ദൈവസഭയ്ക്കെതിരായി നിന്ന് പ്രവർത്തിച്ച ആളുകളെ കുറിച്ചാണ്. അപ്പോൾ അന്ന് അപ്പോസ്തോലിക കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, ഇന്നും ഇത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് വെല്ലുവിളിയായി നിന്ന ആ ഫിലോസഫർമാരെയാണ്, തത്വജ്ഞാനികളെ അല്ലെങ്കിൽ തത്വജ്ഞാനത്തെയാണ് പൗലോസ് എതിർക്കുന്നത്. അപ്പൊ തത്വജ്ഞാനപ്രകാരം അവരെന്താ പറയുന്നത്? യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യൻ തന്നെയാണ്, യേശുക്രിസ്തു വിശുദ്ധനോ പരിശുദ്ധനോ അവനിൽ ദൈവത്വം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അക്കാലത്തെ ജ്ഞാനമതക്കാര് അല്ലെങ്കിൽ ഐറിയൂസ്, മൊണ്ടേന മതം, ഈ തത്വജ്ഞാനം അല്ലെങ്കിൽ നോസ്റ്റിസ് മതങ്ങളൊക്കെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് വെല്ലുവിളിയായി വന്നപ്പോൾ പൗലോസ് വളരെ ശക്തമായ നിലയിൽ, പൗലോസ് ഒരു താത്വികനായിരുന്നില്ല, പൗലോസ് ഒരു ഫിലോസഫർ ആയിരുന്നില്ല, പൗലോസ് തത്വജ്ഞാനം കൊണ്ട് തന്നെ എതിർക്കുന്ന ഒരു ചിത്രമാണ് പൗലോസ് ലേഖനത്തിൽ നൽകിയിരിക്കുന്നത്. അവരോട് പറഞ്ഞിരിക്കുകയാണ്, തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന. ആരിൽ? കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിലുണ്ട്. യേശു ക്രിസ്തു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്ന നഗ്നസത്യം അടിവരയിട്ട് പൗലോസ് ഇവിടെ ഉറപ്പിക്കുകയാണ്. അപ്പൊ ക്രിസ്തുവിൽ സമ്പൂർണമായ ദൈവത്വമുണ്ട് എന്ന് പൗലോസ് ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ അംഗീകരിക്കാതിരുന്ന ആളുകളെ കുറിച്ചാണ് അപ്പോസ്തലന്മാര് പറഞ്ഞിരിക്കുന്നത് എതിർ ക്രിസ്തു എന്നും പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാണ്? തത്വജ്ഞാനികള്, വഞ്ചകന്മാര്, ദുരുപദേഷ്ടാക്കന്മാര്, കള്ളപ്രവാചകന്മാര്, കള്ളക്രിസ്തുക്കൾ, ഇവരെ കുറിച്ചൊക്കെയാണ് ഇവിടെ എതിർ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ എതിർ ക്രിസ്തു എന്ന ആ വാക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആന്റി ക്രിസ്റ്റോസ് എന്ന പദം, ആ പദത്തിന്റെ ശരിയായിരിക്കുന്ന അർത്ഥം എന്താണ്? അതിവിടെ വിശകലനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ആന്റി ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ ശരിയായിരിക്കുന്ന അർത്ഥം അൻ അപ്പോണന്റ് ഓഫ് ക്രൈസ്റ്റ്, ദി ഗ്രേറ്റ് ഒപ്പോസർ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ക്രിസ്ത്യാനിറ്റി എക്സ്പെക്റ്റഡ് ബൈ ദി ഏർലി ചർച്ച്, അപ്ലൈഡ് ബൈ സം ടു ദി പോപ്പ് ആൻഡ് അതേഴ്സ്. അതായത് എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ്, ആന്റി ക്രിസ്റ്റോസ് എന്ന ആ ഗ്രീക്ക് പദത്തിന് ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ഇവിടെ വായിച്ച് കേൾപ്പിച്ചല്ലോ. അതിൻ്റെ ശരിയായിരിക്കുന്ന അർത്ഥം
യേശുക്രിസ്തു സ്ഥാപിച്ച സത്യസഭയ്ക്ക് എതിരെ നിൽക്കുന്ന മതങ്ങളെയും നാമധേയ മതങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ലീഡേഴ്സിനെയാണ് എതിർ ക്രിസ്തു അഥവാ എതിർ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആന്റി ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ ശരിയായിരിക്കുന്ന അർത്ഥം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ സഭ സ്ഥാപിച്ചു. ആ സഭയുടെ നിർമ്മലമായ ഉപദേശം, അതിൻ്റെ അടിസ്ഥാനങ്ങൾ എല്ലാം വളരെ വ്യക്തമായി ബൈബിളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് മാനുഷികമായ ഭരണഘടനയില്ല. ദൈവസഭയ്ക്ക് ബൈബിൾ പറയുന്നതാണ് അതിൻ്റെ ഭരണഘടന. ആ ഭരണഘടനയ്ക്കെതിരായി മാനുഷികമായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാക്കി ദൈവത്തിൻ്റെ പേരിൽ, ക്രിസ്തുവിൻ്റെ പേരിൽ നിലകൊള്ളുന്ന ഇതര മതവിഭാഗങ്ങളെയാണ് എതിർ ക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തുക്കൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, ഈ റോമൻ കത്തോലിക്ക മതത്തിൻ്റെ അതിൻ്റെ പരമാധികാരി പോപ്പാണല്ലോ. പോപ്പുമാരെ അഭിഷേകം ചെയ്ത് അധികാരത്തിലേക്ക് ഏറ്റുമ്പോൾ അവരുടെ തലയിൽ ഒരു കിരീടം വയ്ക്കാറുണ്ട്. ആ കിരീടത്തിൽ ലാറ്റിൻ ഭാഷയിൽ ഒരു പേര് കുത്തിവെച്ചിട്ടുണ്ട്. ആ പേരിൻ്റെ അർത്ഥം ദൈവപുത്രന് പകരക്കാരൻ എന്നാണ്. വഗേറിവസ് ഫിലിഡൈ എന്നാണ് ആ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. ആ ലാറ്റിൻ ആ പദം വ്യക്തമാക്കുന്നത് ദൈവപുത്രന് പകരക്കാരൻ എന്നാണ്. അപ്പോൾ മാർപ്പാപ്പ ദൈവപുത്രന് പകരക്കാരനായി ലോകത്തിൽ ഉണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത് തന്നെ യേശു ക്രിസ്തുവിന് എതിരല്ലേ? ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് എതിരാളി, ക്രിസ്തുവിന് എതിരെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ യേശു ക്രിസ്തു വിഭാവനം ചെയ്ത തൻ്റെ സഭയുടെ ഫൗണ്ടറും അതിൻ്റെ മുഖ്യ പുരോഹിതനും അതിൻ്റെ പരമാധികാരിയും എല്ലാം യേശു ക്രിസ്തു തന്നെയാണ്. വേറൊരാളിവിടെ പകരക്കാരനായിട്ട് ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ വേദശാസ്ത്രപരമായി ദൈവപുത്രന് പകരക്കാരൻ എന്ന നാമം തികച്ചും വേദശാസ്ത്രപരമായി തെറ്റാണ്. ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് അത് എതിരാണ്. AD 240 270 ഇടയിലാണ് യൂറോപ്പിൽ റോമൻ കത്തോലിക്ക മതം രൂപം കൊണ്ടത്. അതുവരെയും ഈ റോമൻ സാമ്രാജ്യത്തിലും ലോകത്തിലും ഉണ്ടായിരുന്നത് യേശുക്രിസ്തു സ്ഥാപിച്ച തൻ്റെ സത്യസഭ മാത്രമായിരുന്നു. എന്നാൽ ആ സഭയിലേക്ക് ദുരുപദേശം കടന്നുകൂടുകയും സഭയിലേക്ക് മതം നുഴഞ്ഞു കയറുകയും മതപരമായ ആശയങ്ങളും മതപരമായ ചടങ്ങുകളെല്ലാം കടന്നുകൂടി വന്നപ്പോൾ സഭയെ മലിനമാക്കുന്ന അവസ്ഥയിലേക്ക് അത് തീർന്നു. അങ്ങനെ വന്നപ്പോൾ യേശുക്രിസ്തു സ്ഥാപിച്ച സത്യസഭ ഭൂമിയിൽ ശുഷ്കിച്ചു പോവുകയും യൂറോപ്പിൽ റോമൻ സാമ്രാജ്യത്തിൽ റോമൻ കത്തോലിക്ക മതം എന്ന വലിയ മതം അത് രാജകീയമായി രാഷ്ട്രീയപരമായി അതൊരു വലിയൊരു മതമായി രൂപം കൊള്ളുകയും ചെയ്തു. അങ്ങനെ രൂപം കൊണ്ടപ്പോൾ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് അതൊരു വലിയൊരു എതിരായി രൂപാന്തരപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് ആ മതത്തിൽ നിന്നാണ് പിന്നീടുള്ള ക്രൈസ്തവ മതങ്ങളെല്ലാം രൂപം കൊണ്ടത്. അപ്പോൾ ആന്റി ക്രിസ്റ്റോസ് എന്ന ശരിയായ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുക്രിസ്തു സ്ഥാപിച്ച സത്യസഭയ്ക്ക് എതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന മറ്റ് ക്രൈസ്തവ മതങ്ങളെയാണ് എതിർ ക്രിസ്തു അഥവാ എതിർ ക്രിസ്തുക്കൾ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് അപ്പോസ്തോലിക കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് വ്യത്യസ്തമായിരുന്ന വിജാതീയ മതങ്ങളായിരുന്നു. ക്രിസ്തുവിൻ്റെ പേരിൽ പിന്നീടാണ് ഈ മതങ്ങളെല്ലാം രൂപപ്പെട്ടത്. അപ്പോൾ അപ്പോസ്തോലിക കാലഘട്ടം മുതൽ അപ്പോസ്തോലിക കാലഘട്ടത്തിന് ശേഷവും ദൈവസഭയ്ക്കെതിരെ വരുന്ന വ്യത്യസ്തമായ മതങ്ങളെയും തത്വസംഹിതകളെയും ഒക്കെയാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യാവതാരത്തെയും ഒക്കെ നിഷേധിക്കുന്ന എതിർക്കുന്ന ആ എതിരാളികളെയാണ് അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങളെയാണ് എതിരെ നിൽക്കുന്ന അവസ്ഥകളെയാണ് അല്ലെങ്കിൽ വസ്തുക്കളെയാണ് വാസ്തവികമായ നിലയിൽ എതിർ ക്രിസ്തുക്കൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായി എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ 7 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം നാം ചിന്തിച്ചത്. ഒന്ന്, യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവർ അഥവാ യേശുവിനെ അഭിഷിക്തനല്ല എന്ന് നിഷേധിക്കുന്നവർ. 2, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും നിഷേധിക്കുന്നവർ. 3, പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവർ. 4, കള്ളപ്രവാചകന്മാരും വഞ്ചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരും. 5, കള്ള അപ്പോസ്തലന്മാരും കപടവേലക്കാരും. 6, നാസ്തിത്വവാദികൾ. 7, നാമധേയ മതങ്ങൾ. അപ്പോൾ 7 കൂട്ടം കാര്യങ്ങളെയാണ് ഇവിടെ എതിർ ക്രിസ്തു അഥവാ എതിർ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ
ഈ ലോകാവസാന നാളിലേക്ക് എതിർ ക്രിസ്തു എന്ന പേരിൽ ഒരാൾ കടന്നു വരികയും ആൾ വന്ന് ഈ ലോകത്തെ മുഴുവനും ഏകലോക ഭരണാധികാരിയായ ലോകത്തെ കീഴടക്കി ഭരിക്കുകയും ആ ഭരണകർത്താവിന് യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെങ്കിൽ യേശുക്രിസ്തു എതിർ ക്രിസ്തുവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് സഭയെ വീണ്ടെടുക്കുന്നതോ ഒന്നുമല്ല. അതെല്ലാം മാനുഷികമായ സങ്കല്പങ്ങളും ഭാവനകളും മാത്രമാണ്. അപ്പോൾ എതിർ ക്രിസ്തു വരുന്നത് എപ്പോഴാണ്, എതിർ ക്രിസ്തു പുറപ്പെടുന്നത് എവിടെ നിന്നാണ്, എതിർ ക്രിസ്തു ആരാണ് എന്നതിനെക്കുറിച്ച് ദൈവശാസ്ത്രപരമായ നിലയിൽ അതിൻ്റെ തെളിവുകൾ വളരെ വ്യക്തമായ നിലയിൽ ആരാണ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചല്ലോ. അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ അവൻ്റെ പോരാട്ടങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ സഭയെ സംശുദ്ധമായ നിലയിൽ അപ്പോസ്തോലിക കാലഘട്ടം മുതൽ തന്നെ ഇന്നുവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സത്യസഭയെ ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്നും ദുരുപദേശത്തിൽ നിന്നും മതങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെയും ഈ ദൈവത്തിൻ്റെ സത്യസഭയെ ഒരു ന്യൂനപക്ഷമായ നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എതിർ ക്രിസ്തുവിൻ്റെ കണിയിലൊന്നും അകപ്പെടാതെ അവനിൽ നിന്നും ആ എതിർ ക്രിസ്തുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും അകന്ന് പരിശുദ്ധമായ സഭയുടെ ഭാഗമായി ശക്തമായി ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.